സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായതോടെ കൂടുതൽ മേഖലകളിൽ സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കാൻ സർക്കാർ നീക്കം. വിവിധ സർക്കാർ പദ്ധതികളിൽ സ്വകാര്യ കമ്പനികളെ കൂടി പങ്കെടുപ്പിക്കാനാണ് നീക്കം നടക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചതാണ് ഇതിന് കാരണം. ആർ രാജീവ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാജീവ്, പ്രൈവറ്റൈസേഷൻ എന്ന ഒരു ആശയത്തെ തന്നെ എപ്പോഴും തള്ളിക്കളയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് CPM എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർക്കാർ തന്നെ കൂടുതൽ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരാനായി ശ്രമിക്കുകയാണ്. ഏതൊക്കെ മേഖലകളിലാണ് ഇത്തരത്തിൽ സ്വകാര്യ കമ്പനികളെ പങ്കെടുപ്പിക്കാൻ നീക്കം നടക്കുന്നത്? ദേവിക, രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓണക്കാലത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ പോലും 2000 കോടി വേണം. അതിനുവേണ്ടി നിലവിലിപ്പോൾ കടം എടുത്തിരിക്കുകയാണ്. മാത്രമല്ല 19,000 കോടി രൂപയെങ്കിലും തുടർന്നും ആവശ്യമായി വരും എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. നിലവിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച പണമെല്ലാം കഴിഞ്ഞിരിക്കുന്നു. വായ്പാ പരിധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഏതായാലും കൂടുതൽ കടമെടുക്കാൻ നിലവിലിപ്പോൾ കടപ്പത്രങ്ങൾ ഇറക്കിക്കൊണ്ട് കൂടുതൽ കടമെടുക്കാനുള്ള നീക്കം സർക്കാർ നടത്തിയിരിക്കുന്നത്. ഈ രീതിയിൽ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ഒരു വശത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ കൂടുതൽ സ്വകാര്യ പങ്കാളിത്തം സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നത്. നിലവിൽ വിവിധ പദ്ധതികൾക്ക് സ്വകാര്യ പങ്കാളിത്തം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കിയത് സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടിയാണ്. കൂടുതൽ തുറമുഖങ്ങൾ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരും. അതുപോലെ തന്നെ മറ്റ് വിവിധ പദ്ധതികളിലേക്ക് സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരും. സ്വകാര്യ സർവകലാശാലകളെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരും എന്നൊക്കെ നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി തന്നെ തീരുമാനങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനുശേഷമാണ് കൂടുതൽ പദ്ധതികൾ, അതായത് സംസ്ഥാനത്ത് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ വിവിധ പദ്ധതികൾ തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വികസന പദ്ധതികൾ പോലും നടക്കുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി പണം ലഭിക്കുന്നത് കൊണ്ട് മാത്രമാണ് ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള പദ്ധതികൾ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ റോഡ് വികസനമോ അല്ലെങ്കിൽ പാലങ്ങളുടെ വികസനമോ ഉൾപ്പെടെയുള്ള പദ്ധതികൾ മുന്നോട്ട് പോകുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം ലഭിക്കുന്നത് കൊണ്ട് മാത്രമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കൈവശം പണമില്ല. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ പോലും പണമില്ലാത്ത ഒരു അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ നിൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഏതായാലും സ്വകാര്യ പങ്കാളിത്തം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക്, അത്തരമൊരു നീക്കത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദേവിക ചൂണ്ടിക്കാണിച്ച പോലെ CPM-ന്റെ ഒരു നയം ഇതായിരുന്നില്ല. കുത്തക മുതലാളിമാർ സംസ്ഥാനത്ത് വേണ്ട, അത്തരത്തിലുള്ള കുത്തകവൽക്കരണത്തെ അംഗീകരിക്കില്ല എന്നായിരുന്നു CPM കാലങ്ങളായി എടുത്തിരുന്ന നയം. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്കറിയാം സ്വകാര്യ പങ്കാളിത്തത്തെയും അതുപോലെ തന്നെ കുത്തക മുതലാളിമാരെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്, CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. വളരെ വലിയൊരു വ്യതിയാനം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുൻപ് എന്തിനെയൊക്കെയാണോ എതിർത്തിരുന്നത് അതിനെയൊക്കെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു, അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം വിഴിഞ്ഞം പദ്ധതി നേരത്തെ സർക്കാർ നടപ്പാക്കാൻ പോയപ്പോൾ, UDF സർക്കാർ നടപ്പാക്കാൻ പോയപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ എതിർത്തത് CPM ആയിരുന്നു. എന്നാൽ പിന്നീട് LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ പദ്ധതിയുമായി തന്നെ മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ അവസ്ഥ തന്നെയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി കൂടുതൽ മേഖലകളിലേക്ക് സ്വകാര്യ പങ്കാളിത്തം വ്യാപിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല ഈ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ വികസന പദ്ധതികൾ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുന്നില്ല, പല പദ്ധതികൾക്കും പണം നൽകാൻ കഴിയുന്നില്ല. അതിൽ തന്നെ ജനക്ഷേമ പദ്ധതികൾ പോലും ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. ആ പദ്ധതിക്ക് കൃത്യമായി പണം നൽകാൻ കഴിയുന്നില്ല. സർക്കാർ ആശുപത്രികൾക്കും അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികൾക്കും പണം നൽകാൻ കഴിയുന്നില്ല. KSRTCക്ക് പെൻഷൻ നൽകിയ വകയിൽ ആ സഹകരണ സംഘങ്ങൾക്ക് പോലും പണം നൽകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പദ്ധതികൾ ഇനിയും തടസ്സപ്പെടുകയാണെങ്കിൽ അത് സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്വകാര്യ പങ്കാളിത്തത്തെ ആശ്രയിക്കാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദേവിക. ശരി രാജീവ്.